ഇനി നമുക്കൊരു ക്ലേ ഉണ്ടാക്കിയാലോ, വീട്ടിലത്തെ മണ്ണ് ഉപയോഗിച്ച് തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ ഒരു മണ്ണെടുക്കുക, മേലെ ഭാഗത്തെ മണ്ണ് മാറ്റിയിട്ട് കുറച്ച് കുഴിച്ചിട്ട് കിട്ടുന്ന മണ്ണെടുക്കുക, അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് കോല വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് ഇളക്കുക. കോല് വെച്ചിട്ട് ഇളക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് വല്ല പൊട്ട തുണി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഒരു പഴയ തോർത്താണ് എടുത്തിട്ടുള്ളത്, ചളിയൊക്കെ പിടിച്ചുള്ള തോർത്താണ്, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അതിലുള്ള ആ വെള്ളം അരിച്ചെടുക്കുക. മണ്ണല്ല നമുക്ക് വേണ്ടത്, ഒരു ചണ്ടി പോലത്തെ മണ്ണല്ല വേണ്ടത്, അതിട്ട് ആ ഒരു ചളി വെള്ളമാണ് നമുക്ക് വേണ്ടത്. ആ വെള്ളം ഇതേപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു തോർത്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു കേക്ക് മേടിച്ചതിൻ്റെ ഒരു ചട്ട അത് അടച്ച് വെച്ചു, പൊടിയൊന്നും വീഴാണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ ചളിവെള്ളം മേലേക്ക് വന്നിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് അടിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആ ഊർച്ച വെള്ളം കളഞ്ഞിട്ട് ആ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ് നമ്മൾ ഒരു തുണിയിൽ ഒഴിച്ചിട്ട് അതിനെ കിഴി പോലെ കെട്ടിയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. തൂക്കിയിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒറ്റും. അങ്ങനെ നമ്മളിത് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളതിങ്ങനെ തുറക്കാം. ആ ഒരു കിഴി നമ്മൾ തുറക്കുക. അപ്പോഴേക്കും കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ചധികം തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടും. എന്നിട്ട് നമുക്ക് അത് കുറച്ച് ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്തിട്ട് നമ്മളെല്ലാം അവിടേക്ക് അതൊന്ന് പരത്തിയിട്ട് ആ ഒരു തുണീൻ്റെ നല്ല എല്ലാ ഭാഗത്തേക്കും അത് ആ ഒരു ക്ലേ ഒന്ന് പരത്തി കൊടുക്കാം. അത് പരത്തിയതിന് ശേഷം നമ്മൾ അതിനെ വെയിലത്തല്ല, സാധാരണ വെച്ചാലും കുഴപ്പമില്ല, കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് പിന്നെ അത് സാധാ പോലെ വെക്കുക. അതൊരു 2 മണിക്കൂർ അങ്ങനെ വെച്ചാലും മതിയാവും. എന്നിട്ട് നമുക്ക് അതിനെ അങ്ങനെ വിട്ടെടുക്കാൻ പറ്റും. ഇത് കുറച്ച് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി, പക്ഷെ അത് തോന്നലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു ക്ലേ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കുഴച്ചിട്ട് ഒരു ഉണ്ടയൊക്കെ, അപ്പം നമ്മുടെ അടിപൊളി ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നമുക്ക് വീട്ടിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും വേണ്ട, മണ്ണും വെള്ളം മാത്രം മതി. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.